ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് ക്ലാഷ് കോഡ് റാങ്ക്ഡ് പാർട്ട് 2 ആണ്. ഹീറോയ്ക്ക് ടു എലൈറ്റ് ഹീറോയ്ക്ക്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ USB വാങ്ങിച്ചിട്ട് പോകുന്ന കാര്യം USB അല്ല, എന്താ പ്രശ്നമെന്ന് അറിയത്തില്ല ഗായ്സ്. USB എടുത്തുകൊണ്ട് പോവുകയാണ് ഞാൻ. ഇപ്പോൾ മറ്റേ ആ പടിയൊക്കെ ഉള്ളെടുത്തോട്ട് സ്റ്റെയർസൊക്കെ ഉള്ളെടുത്തോട്ട് പോകാൻ നോക്കിയതാണ്. പക്ഷേ ഇവിടെ സ്റ്റെയർ ഇല്ല, മറ്റേ സൈഡിലായിരുന്നു സ്റ്റെയർ. പിന്നീട് ഞാൻ ഈ ചെസ്റ്റ് എടുക്കാൻ പോവുമായിരുന്നു, എയർ ഡ്രോപ്പ് യാതൊരു വിധത്തെ തട്ടിയെടുത്തുകൊണ്ട് പോയി. അവസാനം അവനെ ഇടിച്ച് കൊല്ലാമെന്ന് തന്നെ പോയപ്പോഴാണ് അവൻ എടുത്ത് ചാടി. പിന്നെ ഞാൻ അവിടെ നിന്ന് പമ്മി പോവുകയായിരുന്നു ഗൈസ്. പിന്നെ താഴെ പോയി ഞാൻ പിന്നെ അവനെ കണ്ടു, അവൻ ഇടിക്കാൻ നോക്കിയത് അവൻ പൊറ്റാടി. ഞാൻ അവസാനം ദിമിത്രി ഇട്ട് ബാക്കിൽ നോക്കി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെയൊക്കെ എന്ത് കഷ്ടമെന്നത് ഗൈസ്. കർത്താൻ എടുക്കാൻ പോയി. ഇപ്പം ഞാൻ ആരായെന്ന് എന്നോട് തന്നെ ഞാൻ ചോദിച്ചു ഗൈസ്. ഇതെന്തൊരു കഷ്ടമാണിത്. ഞാൻ അപ്പം എവൻ്റെ കളി സ്പെസിഫിക് ടീം പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഞാൻ 20 ഇതടിക്കുമോ ഇല്ലെന്ന് നിങ്ങൾ ആലോചിക്കുമോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ ഇന്ന് 20ാമത്തെ സ്റ്റാർ അടിക്കുമോ. അപ്പം ഇവിടെ നിന്ന് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇവ എന്ത് മണ്ടനാണോ എന്ത്, തൊട്ടപ്പുറത്ത് എനിമി ഇരിക്കണേ, ഇവ ഇവിടെ നിന്നാണ് ഇട്ടണം. അപ്പം ബാക്കി നിങ്ങൾ കളി കാണുക. അവൻ ഞാൻ നോക്കൗട്ടാക്കി കംപ്ലീറ്റ് ചെയ്തു. അവള് എൻ്റെ ഈ ചെസ്റ്റിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് കറങ്ങണത്തിൻ്റെ ആണ്. ചെസ്റ്റല്ല, സോറി ഗൈസ്. അങ്ങനെ അവളെ കില്ല് മറ്റോ എടുത്തുകൊണ്ട് പോയി. ഒരുത്ത മാത്രമേ ഇങ്ങനെ ഉള്ളൂ. ഫസ്റ്റ് റൗണ്ട് ജയിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അവനെ സൈഡിൽ കാണാനില്ല. അവനെ കംപ്ലീറ്റ് ചെയ്യാതെ അവൾ അടുത്ത ആ ഇലയ്ക്ക് ഹയോട്ട് അടിക്കണം. അങ്ങനെ അവനൊരു ഹെഡ് കൊടുത്ത് ബാക്കി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവൾ നോക്കാം. പിന്നെ മറ്റവൻ തീർത്തു. അവനെയും കൂടെ അങ്ങ് തട്ടി തന്നെ നൈസിന്. എന്ത് ചെയ്യാനാ ഇതിൽ കുഴപ്പമില്ലാത്ത കളി തന്നെ കളിച്ചു ഗായ്സ്. പിന്നെ എൻ്റെ ഒക്കെ വീഡിയോയുടെ കമൻറ്റ് താഴെ നിങ്ങൾ ബോട്ടെന്നൊക്കെ ഇടുന്നുണ്ട്. പ്ലീസ് ഗായ്സ് ഒന്ന് റെസ്പെക്റ്റ് ചെയ്ത് കമൻറ്റ് ഇടണേ ഗായ്സ്. ആ കമൻറ്റ് ഞാൻ റെസ്പെക്റ്റ് ചെയ്ത കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും ഗായ്സ്. പിന്നെ എന്നോടൊന്നും തോന്നല്ലേ കേട്ടോ. അപ്പം ഞാൻ സെക്കൻഡ് റൗണ്ടിൽ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുക ഗായ്സ്. എനിക്ക് വയ്യ, ഒന്നും വയ്യ, വെറുതെ നോക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ ഇടയിൽ കൂടെ അമ്മൂമ്മയും കൂടെ വിളിച്ച് വീട്ടിൽ എടുക്കുന്നതിൻ്റെ ഇടയിൽ അതിന് അമ്മൂമ്മയുടെ അടുത്ത് വന്ന് പോയിട്ട് അവിടെ വെറുതെ മാനത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരുടെ ഈ ഗ്ലൂ ആൾ ഇവിടെ കൊണ്ടിട്ടേന്ന് തന്നെ ഞാൻ ആ ഗ്ലൂ ആളിനെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ പോവാൻ നെറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്. ഇവിടെ എന്നെ എനിക്ക് ചെറിയ പനിയും ഉണ്ടായിരുന്നു. ചെറിയ ജലദോഷം കഫക്കെട്ടും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഇടാത്ത ഗൈസ്. ഒന്ന് ക്ഷമിക്കണം, ഇനി ഡിലേ ഒന്നും കാണത്തില്ല. അപ്പടാതോ നിങ്ങൾ അവളാണ് അടിയിട്ടാണ്ട് ദിമിത്രി ഇട്ടായിരുന്നു. പക്ഷെ അവൾ അവിടെ നിന്ന് അങ്ങനെ UM വെച്ച് അടിച്ചിട്ട്. അപ്പം ഞാൻ അവൻ്റെ കളിയാണ്. അവ ഇവിടുന്ന് സൂപ്പർ മെഡിക്കറ്റ് ഉപയോഗിക്കാണ്. ഇതെന്തിന് കാണിക്കണോ എന്തോ ഗായ്സ്. അവനെ നോക്കായി. ഇനി അവരെ കില്ലും കംപ്ലീറ്റ് ചെയ്ത് അവ വീടിനകത്തും കയറാൻ പോവുകയാണ് ഗൈസ്. വീട്ടിൽ കയറി നമ്മളെ ഫ്ലാഷ് ആണ് ഇപ്പോൾ വരും കണ്ടോ. അയ്യോ, നമ്മളെ ഫ്ലാഷ് ആണ് ഇപ്പോൾ ഓടി വരും കണ്ടോ. എങ്ങനെയാണ് ആ മതിലിൻ്റെ ഇടയിൽ കൂടെ വന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയുമില്ല ഗായ്സ്. ഇതെങ്ങനെ വന്നെന്നാണിത്. കില്ലർ വൈറ്റ് അല്ലേ ഉണ്ട്. ഇങ്ങനെ റൗണ്ട് 3 ആയി ഗായ്സ്. അങ്ങനെ ഡ്രാഗൻ്റെ എയർ ഡ്രോപ്പും വന്നു. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന്. എനിക്ക് പിന്നെ ഞാൻ ഇനി ഇതിൻ്റെ കണ്ടിന്യൂസ് പാർട്ട് ഇടണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
ഒരാൾ എൻ്റെ വീഡിയോക്ക് എന്നെ ഇത്തിരി സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് അതോടെ എനിക്ക് പിന്നെ ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ കിട്ടി. എന്തായാലും അയാളുടെ ഒരു താങ്ക്സ്. ആ കമൻറ്റ് ഇട്ടവന് ഒരു താങ്ക്സ് ഉണ്ട് ഗൈസ്. പിന്നെ എനിക്ക് ഇത്തിരി അത്യാവശ്യം റീച്ചൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ കുറേ പേരുടെ വ്യൂസും ഇതെല്ലാം കിട്ടുന്നുണ്ട്. അതിനൊക്കെ നിങ്ങളടുത്ത് താങ്ക് യു ഗൈസ്. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ വീഡിയോ ഇടണം. അല്ലെങ്കിൽ ഞാൻ ഇത് ആർക്ക് കാണാനാണ് ഈ വീഡിയോ ഇടുന്നത്? ഇപ്പം എന്ത് മാങ്ങ പറിക്കാനാണോ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് ഞാൻ ഇടില്ല. അത്ര തന്നെ കഴിയും. ഞാൻ ഇതാ ഇവനെ മാഗ് വെച്ച് തീർത്തു. എൻ്റെ പേരെന്തോ വായിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് BR റാങ്കഡിൻ്റെ വീഡിയോ പാർട്ട് 1, 2 വല്ലതും വേണമെങ്കിൽ പറയണേ ഗൈസ്. ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്യണേ ഗൈസ്. ഞാനാണെങ്കിൽ കുറേ കഷ്ടപ്പാടായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എടുക്കാൻ. ഇടയിൽ കൂടെ നെറ്റും പണി വരുന്ന വിളിച്ച് ഫുള്ള് പണിയായിരുന്നു. അപ്പം ഗ്രോസ് എടുത്തുകൊണ്ട് ഞാൻ ഇതിനെ മേളിൽ കയറാൻ പോകുമായിരുന്നു. ചമ്മിപ്പ് ആ ഡ്രാഗൺ എങ്ങനെയും അടിച്ചിടണമെന്ന് പറഞ്ഞ് പോയത് ഞാനായിരുന്നു. അതുകൊണ്ടാ അപ്പോൾ ആ ബോട്ട് അവിടെ നിന്ന് ആ നെറ്റ് പോയി AFK അടിച്ച് കിടക്കണ അവൻ ദാ വരും. ഇപ്പം അവർ അടിതാ വന്നു. അവനെ ഒരു ഹെഡ് ഷോട്ട് അടിച്ചിട്ട് അവനെ അവിടെ നോക്കാക്കിയിട്ട് അവനെ കില്ല് കംപ്ലീറ്റുമ്പോൾ എനിക്ക് എപ്പോഴും ഇപ്പം ദിമിത്രി ക്യാരക്ടർ വാങ്ങിച്ചതിന് ശേഷം എനിക്ക് എപ്പോഴും കളി കിട്ടിയില്ല. ദിമിത്രി ഇതിൽ ഞാൻ ഇട്ടില്ല, കാര്യം എനിക്ക് മിസ്റ്റേക്കല്ല മനസ്സിലാവുന്നത് ഗൈസ്. അങ്ങനെ നമ്മളെ ടീം സൈബർ ഡ്രോപ്പ് എടുത്തേ. ഞാനാണെങ്കിൽ എങ്ങോട്ടേക്കോ ഓടണം. ഞാൻ തന്നെയാണോ കളിച്ചത്? അവനടിച്ചു നോക്കുമ്പോൾ അപ്പം ഈ ഇത്രയും ചെയ്തവൻ ഞാനാരായി? ഞാൻ ഇപ്പം എന്തിനു ഇവിടെ നിൽക്കുന്നത്? പിന്നെ അവസാനം 2 എണ്ണത്തിനെ പൊക്കി വിട്ടിട്ട് ഞാൻ ഇനിയും കളി തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അവനെ അങ്ങ് ഞാൻ ലൈഫ് സേവറാ, ലൈഫ് സേവർ. ഇനി എൻ്റെ കൂടെ കളിക്കാൻ വരുമ്പോൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് വരണം. പിന്നെ നിങ്ങൾക്ക് എന്നെ ആഡ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ നിങ്ങളെ ഒരു ID-യും പേരും ഇട്ടിരുന്നാൽ ഞാൻ നിങ്ങളെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചോളാം ഗൈസ്. പിന്നെ എങ്ങാനും എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടാൽ മതി, നിങ്ങൾ ID എല്ലാം ഇട്ടാൽ മതി, ഞാൻ നിങ്ങളെ ആഡ് ചെയ്തോളാം ഗൈസ്. എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റിലെ എല്ലാ ബംഗാളികളെയും അടിച്ച് കളഞ്ഞിട്ട് നിങ്ങളെല്ലാം ആഡ് ചെയ്യും ഗൈസ്. ഞാൻ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ID-യും പാസ്വേഡും ID-യും പേരും FFID-യും മറ്റേ പേരും എല്ലാം ഒന്ന് താഴെ ഇട്ടാൽ മതി, ഞാൻ അക്കൗണ്ടിൻ്റെ. അപ്പോൾ ഞാൻ ആ അക്കൗണ്ടിലോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചോളാം. അപ്പോൾ നിങ്ങളെ അവൻ അവിടെ നിന്ന് പമ്മി നമ്മളെ ടീമേറ്റിനെ അടിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കുക. അവൻ അവളെ അടിച്ച് നോക്കുവാക്കിയിട്ട് ഞാൻ അവസാനം ഇങ്ങനെ ഓടുകയായിരുന്നു കഴിച്ച് അവഞ്ചിട്ട് അവിടെ അങ്ങ് നോക്കാക്കിയിട്ട് നമ്മളെ ഫ്രണ്ടിൽ കൂടെ ഓരോ ബോട്ട് പോയി അവന്മാരെ കൊന്നിട്ട് പട്ടിച്ചോറുന്നത് കലയാണ് ഗൈസ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാർട്ട് ചെയ്തോ നിൽക്കും, അവനടിച്ച് കൊല്ലാൻ നോക്കിയും അതും പോയി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ട് എൻ്റെ പേര് വന്ന് ആലോചിക്കുമായിരുന്നു ഞാൻ. പിന്നെ ഗൈസ് എൻ്റെ നല്ലൊരു കളി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത്രയും റെക്കോർഡ് ചെയ്യുന്നെന്ന് വിചാരിച്ച് ഞാൻ നന്നായിട്ട് കളിച്ച് 1v4 വല്ല അടിച്ചിട്ടില്ലേ നോക്കിയപ്പോഴാണ് ഗെയിം തേച്ച് ഞാൻ അവസാനം നോക്കുമ്പോഴാണ് ഗെയിം റെക്കോർഡ് ചെയ്തില്ല. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ എന്ത് കഷ്ടമാണല്ലേ. നിങ്ങൾ അടിപൊളി ഇതേ സ്പോട്ടിൽ തന്നെ വെച്ചായിരുന്നു. 1v4 ആയിരുന്നു, എല്ലാം നോക്കൗട്ടായി. ഞാൻ മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ 2 എണ്ണം വന്ന് അവിടെ നിന്ന് ചാടി വന്ന്. അപ്പം ആദ്യം വന്നവൻ അടിച്ച് നോക്കുക, രണ്ടാമത്തെ വന്നവൻ ഗ്ലൂ ഇട്ട് നിന്നു. ഗ്ലൂ മെൽച്ചർ പറഞ്ഞാൽ ആ ഗ്ലൂവും പൊട്ടിച്ച് അവനെ നോക്കൗട്ടാക്കാൻ പോകുമായിരുന്നു. അവനെ അടിച്ച് നോക്കാക്കി അവസാനം ലാസ്റ്റ് ഒരുത്തിന് ഗ്രനേഡ് എറിഞ്ഞു നോക്കാക്കി.
ലാസ്റ്റ് വന്നവനെ ഒറ്റ വൺ ടാപ്പ് അവൻ്റെ തല അങ്ങ് പറന്നു പോയാണെന്ന് അത്രയ്ക്ക് ഇതായിരുന്നു. ഞാൻ അങ്ങനെ ഇവിടെ വരെയായിരുന്നു. ലാസ്റ്റ് 2 പേരായിരുന്നു. അല്ല ഒരുത്തനെ കാണാനില്ല. ഒരുത്തര ആ ഗാൻ്റെ ബാക്കിലുണ്ടാവും ഞാൻ വിചാരിച്ചില്ലേ. ആ ഗ്രനേഡ് എടുത്തെറിഞ്ഞു ആ ഒരുത്ത ഗാൻ്റെ ബാക്കിലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഗായ്സ് അവിടെ ഇല്ല. 5 പൊട്ടത്തലുണ്ട് ഗായ്സ്. അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്